സാധാരണയായി ഒരു മുറിവുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അക്യൂട്ട് ഇൻഫ്ലമേഷൻ പ്രതിരോധത്തിന്റെ ഭാഗമാണ്. ഇത് രോഗമുക്തിയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവിതശൈലിയിലെ പിഴകൾ മൂലം ശരീരത്തിൽ അടിയുന്ന വിഷാംശം നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഇൻഫ്ലമേഷൻ പ്രതിരോധത്തിൻ്റെതായ ഒരു ചെറിയ തീ എപ്പോഴും കത്തിക്കുന്നുണ്ടാവും. അതാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ. ശാസ്ത്രീയമായി നോക്കിയാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങളും ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ് വിഭാഗത്തിലാണ് പെടുന്നത്. ഇൻഫ്ലമേഷന്റെ ഈ തീ നിങ്ങളുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു എന്നറിയാമോ? ഒന്ന്, രക്തക്കുഴലിന് കേടുപാടുകൾ ഉണ്ടാക്കുന്നു. ഈ ഇൻഫ്ലമേഷൻ അഥവാ വീക്കം രക്തക്കുഴലുകളെ കേടുവരുത്തി റെറ്റിനോപ്പതി, നെഫ്രോപ്പതി, ന്യൂറോപ്പതി, ഓർമ്മക്കുറവ്, കൈകാൽ തരിപ്പ്, മരവിപ്പ്, പുകച്ചിൽ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു. രണ്ട്, സന്ധികളിലെ വേദന. ഇതേ വീക്കം സന്ധികളിൽ അടിഞ്ഞുകൂടി ആർത്രൈറ്റിസിനും സന്ധിവേദനയ്ക്കും കാരണമാകുന്നു. മൂന്ന്, ഹൃദയ പ്രശ്നങ്ങൾ. ഈ വീക്കമാണ് കൊഴുപ്പിനെ രക്തക്കുഴലുകളിൽ അടിയിച്ച് പ്രഷറിനും ബ്ലോക്കുകൾക്കും ഹൃദയാഘാതത്തിനും കാരണമാകും. നാല്, ഈ വീക്കം തന്നെയാണ് കോശങ്ങൾക്കുള്ളിലെ DNA ജനിതകോശങ്ങളെ നശിപ്പിക്കാനും മ്യൂട്ടേഷൻ ഉണ്ടാക്കി ക്യാൻസറിനും കാരണമാകുന്നു. മരുന്നുകൾക്ക് ചിലപ്പോൾ ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ വീക്കം തൽക്കാലത്തേക്ക് അടക്കി നിർത്താൻ സാധിച്ചേക്കും, പക്ഷെ മാറ്റാനാവില്ല. മരുന്നുകളെ ശരീരം ഇമ്മ്യൂൺ സിസ്റ്റം കാണുന്നത് ഒരു വിഷവസ്തുവായാണ്. ദീർഘകാലത്തെ മരുന്നുപയോഗം എല്ലാ അവയവങ്ങളെയും, പ്രത്യേകിച്ച് ഇമ്മ്യൂൺ സിസ്റ്റത്തെയും കരളിനെയും വൃക്കയെയും രക്തക്കുഴലുകളെയും വയറിനെയും ചർമ്മത്തെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കും. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.